+1C ഇംപ്രൂവ്മെന്റ് എക്സാംസിന്റെ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിലെ 13th ചാപ്റ്ററായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുമ്പത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇതുവരെയും ആ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ലിമിറ്റ് എന്താ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്താ? എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ, അതായത് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് y is equal to f of x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അതിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, a എന്ന് പറയുന്നത് നമ്മളിവിടെ 2 ആയിട്ട് എടുത്തു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് എന്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടിയും അപ്രോച്ച് ചെയ്യാം, റൈറ്റ് സൈഡിൽ കൂടി അപ്രോച്ച് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി അപ്രോച്ച് ചെയ്യുന്നതിന് എക്സ് ടെൻസ് ടു 2 മൈനസ്, ലെഫ്റ്റ് സൈഡിൽ കൂടി അപ്രോച്ച് ചെയ്യുന്നതിന് ഒരു മൈനസ് ഇടൂ, എഫ് ഓഫ് എക്സ്. പിന്നെ റൈറ്റ് സൈഡിൽ കൂടി 2നെ റൈറ്റ് സൈഡിൽ കൂടി അപ്രോച്ച് ചെയ്യുന്നതിന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ്, ഈ 2ന്റെ മേലെ ഒരു പ്ലസ് കൂടി ഇടുക, എഫ് ഓഫ് എക്സ്. ഈ രണ്ട് ലിമിറ്റും ഈക്വൽ ആയാലേ നമുക്ക് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇൻ ജനറൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു a മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ് ആയാലേ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുമാണ് പറയുന്നത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ്. ഇൻ ജനറൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? കെ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? Let f and g be two functions such that limit x tends to a f of x and limit x tends to a g of x exist. Then ഇവിടെ f എന്നും g എന്നും പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റ്സ് എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് x tends to a f of x plus g of x എന്ന് പറയുന്നത് is equal to limit x tends to a f of x plus limit x tends to a g of x എന്ന് കിട്ടും. അതേപോലെ തന്നെ ലിമിറ്റ് x tends to a f of x മൈനസ് g of x എന്ന് പറയുന്നത് ലിമിറ്റ് x tends to a f of x മൈനസ് ലിമിറ്റ് x tends to a g of x. അടുത്തത് പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് x tends to a f of x into g of x is equal to limit x tends to a f of x into limit x tends to a g of x. Fourth one, limit x tends to a f of x by g of x എന്ന് പറയുന്നത് is equal to limit x tends to a f of x by limit x tends to a g of x. ഇവിടെ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇനി നമുക്ക് ഈ തേർഡ് വണ്ണിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസ് നോക്കാം. ഈ തേർഡ് വണ്ണിൻ്റെ പെർട്ടിക്കുലർ കേസ് g എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ g of x is equal to ലാംഡ ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡേനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം, ലിമിറ്റിൻ്റെ
പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. നമുക്കിനി ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻ നോക്കാം. പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ അത് ഒന്നുകിൽ സീറോ ഫംഗ്ഷനോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു എന്ന് എഴുതാൻ കഴിയണം. വേർ എ നോട്ട് ഈക്വൽ ടു സീറോ ഫോർ സം നാച്ചുറൽ നമ്പർ എൻ. നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് ഓഫ് എക്സ് പ്ലസ് 3 ആസ് എക്സ് ടെൻസ് ടു 3. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഓഫ് എക്സ് പ്ലസ് 3. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 പ്ലസ് 3 എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു 6. നമുക്ക് ഈ ലിമിറ്റ് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇസ് ഈക്വൽ ടു നമുക്ക് 1 എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 1 ക്യൂബ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 കിട്ടും. അപ്പോൾ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 0 പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇസ് ഈക്വൽ ടു 1 കിട്ടും. സോ എക്സ് ടെൻസ് ടു 1 ആവുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1. ഇനി നമുക്ക് ലിമിറ്റ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റാഷണൽ ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാൻ കഴിയണം. ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പിന്നെ ഇവിടെ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് പ്ലസ് 3 ബൈ എക്സ് മൈനസ് 2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 4 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 4x 4 അപ്പോൾ ഇൻറ്റു 4 പ്ലസ് 3 ബൈ 4 മൈനസ് 2 കിട്ടും ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 16 പ്ലസ് 3 ബൈ 4 മൈനസ് 2 2. അപ്പോൾ നമുക്ക് 19 ബൈ 2 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? 2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു എക്സ്, എക്സ് എന്ന് പറയുന്നത് 2, അപ്പോൾ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് 4 എന്ന് കിട്ടും is equal to 8 minus 16 plus 8 by 4 minus 4 എന്ന് കിട്ടും. സോ നമുക്ക് is equal to 0 by 0 എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഇതെന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടിയോണ്ട് നമുക്ക് ഈ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. നമുക്ക് ന്യൂമറേറ്ററിന് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? നമുക്ക് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ആണ്. സോ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4നെ എക്സ് പ്ലസ് 2 എന്നും എക്സ് മൈനസ് 2 എന്നും എഴുതാൻ പറ്റും. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഈ ന്യൂമറേറ്ററിന് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് നമുക്കിവിടെ minus 2x plus 4 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ
x plus 2 into x minus 2. So is equal to limit x tends to 2 x into ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് x കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ. അപ്പോൾ x into x minus 2 മൈനസ് ഇതിൽ നിന്ന് നമുക്ക് -2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ -2 into x minus 2 എന്ന് കിട്ടും ബൈ x plus 2 into x minus 2. അപ്പോൾ നമുക്ക് is equal to limit x tends to 2 x into ഇവിടെ ഈ രണ്ടെണ്ണത്തിലും x minus 2 കോമൺ ഉണ്ട്. അപ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാം. x minus 2 പിന്നെ എന്താ ഉള്ളത്, ബാക്കി എന്താ ഉള്ളത്, പിന്നെ ഒരു x minus 2 കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ x minus 2 സ്ക്വയർ എന്നിടാം ഡിവൈഡഡ് ബൈ x plus 2 into x minus 2 എന്നിടാം. അപ്പോൾ നമുക്ക് is equal to limit x tends to 2 x into x minus 2 all square by x minus 2 into x plus 2 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ഉള്ള ഒരു x minus 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് is equal to limit x tends to 2 x into x minus 2 by x plus 2 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ is equal to 2 into 2 minus 2 by 2 plus 2 എന്ന് കിട്ടും. അപ്പോൾ is equal to 2 minus 2 എന്ന് പറയുമ്പോൾ 0. 0 by 4 എന്ന് പറയുന്നത് 0 തന്നെ. ഇനി നമുക്കൊരു തിയറം നോക്കാം. ഫോർ എ പോസിറ്റീവ് ഇൻറ്റീജർ n limit x tends to a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. For example, limit x tends to 2 x raised to 3 minus 2 raised to 3 by x minus 2 എന്ന് പറയുന്നത് is equal to n എന്ന് പറയുന്നത് എന്താ ഇവിടെ 3 into a എന്ന് പറയുന്നത് എന്താ 2 raised to n minus 1 n എന്ന് പറയുന്നത് 3 minus 1 is equal to 3 into 2 raised to 3 minus 1 2 is equal to 3 into 4 എന്ന് കിട്ടും is equal to 12. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ലിമിറ്റ് z tends to 1 z raised to 1 by 3 minus 1 z raised to 1 by 6 minus 1. അപ്പോൾ ഇവിടെ നമ്മൾ z ന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 minus 1 by 1 minus 1 എന്ന് കിട്ടില്ലേ is equal to 0 by 0 എന്ന് കിട്ടും. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഫോമിലാക്കാം. എങ്ങനെയാണ്, നമുക്കിവിടെ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു z minus 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്ക് is equal to limit z tends to 1 z raised to 1 by 3 minus 1 by ഒരു z minus 1 കൊടുക്കുക. അതേപോലെ തന്നെ z raised to 1 by 6 minus 1 by ഒരു z minus 1 കൂടി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, is equal to limit z tends to 1 z raised to 1 by 3 minus 1 raised to 1 by 3 by z minus 1. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമിലായി. അതേപോലെ തന്നെ z raised to 1 by 6 minus 1 raised to 1 by 6 by z minus 1. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, is equal to ഇവിടെ n എന്ന് പറയുന്നത് എന്താ, ഇവിടെ n എന്ന് പറയുന്നത് 1 by 3 a എന്ന് പറയുന്നത് is equal to 1. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, n a raised to n minus 1. അപ്പോൾ 1 by 3 into 1 raised to 1 by 3 minus 1 divided by ഇവിടെ n എന്താണ്, n is equal to 1 by 6 ആണ് ഇവിടെ.
a എന്ന് പറയുന്നത് is equal to 1. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക 1/6 into 1 raised to 1/6 minus 1. അപ്പോൾ നമുക്ക് is equal to 1/3 by 1/6 എന്ന് കിട്ടും. is equal to 6/3 is equal to എന്ത് കിട്ടും? is equal to 2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ limit x tends to 0 root of 1 plus x minus 1 by x. ഇവിടെ നമുക്ക് x ന് 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക 1 plus 0 അപ്പോൾ √1 minus 1 by 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഫോമിൽ ആക്കാം. ഇവിടെ നമ്മൾ 1 plus x ന് y എന്ന് കൊടുക്കാം. 1 plus x ന് y എന്ന് കൊടുക്കാം. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താ y minus 1 ആവും. പിന്നെ x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ y എന്തായിരിക്കും? y 1-ലോട്ടായിരിക്കും ടെൻഡ് ചെയ്യുന്നത്. x ഇവിടെ 0 ആയാൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കില്ലേ? അപ്പോൾ x 0ലേക്ക് ടെൻഡ് ചെയ്താൽ y എന്ന് പറയുന്നത് 1-ലോട്ടാണ് ടെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ x ന്റെ ടേംസിനെ y വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ is equal to limit ഇവിടെ x tends to 0 എന്നുള്ളത് y tends to 1 ആവും. y tends to 1 root of 1 plus x. 1 plus x ന് നമ്മൾ y എന്ന് കൊടുത്തു. അപ്പോൾ root of y minus 1 by x എന്താണ്? x is equal to y minus 1 ആണ്. y minus 1. അപ്പോൾ is equal to limit y tends to 1. root y നെ നമുക്ക് എങ്ങനെ എഴുതാം? root y എന്ന് പറയുന്നത് എന്താണ്? is equal to y raised to 1/2 അല്ലേ? അപ്പോൾ നമുക്ക് y raised to 1/2 minus 1 by y minus 1. അപ്പോൾ ഇതെന്തായി? ഈ ഫോമിലായി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ is equal to ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? n into a raised to n minus 1 എന്ന് കിട്ടും. ഇവിടെ n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് is equal to 1/2 ആണ്. a എന്ന് പറയുന്നത് എന്താ? a എന്ന് പറയുന്നത് is equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 into a എന്ന് പറയുന്നത് 1. 1 raised to 1/2 minus 1 is equal to 1/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ലിമിറ്റ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് തിയറം let f and g be two real valued functions with same domain such that f of x less than or equal to g of x for all x in the domain of definition. For some a, if both limit x tends to a f of x and limit x tends to a g of x exist, then limit x tends to a f of x less than or equal to limit x tends to a g of x. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? രണ്ട് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? f of x ഉം g of x ഉം. f of x less than or equal to g of x ആണ്. അങ്ങനെയാണെങ്കിൽ f of x ന്റെയും g of x ന്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ അതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് x tends to a f of x less than or equal to limit x tends to a g of x ആയിരിക്കും. f of x less than or equal to g of x ഉം പിന്നെ ഇതിന്റെ രണ്ടിന്റെയും f of x ന്റെയും g of x ന്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ limit x tends to a f of x less than or equal to limit x tends to a g of x എന്ന് പറയാം. നെക്സ്റ്റ് തിയറം സാൻഡ്വിച്ച് തിയറം let f, g and h be real functions such that f of x less than or equal to g of x less than or equal to h of x for all x in common domain of definition. For some real number a, limit x tends to a f of x is equal to L is equal to limit x tends to a h of x, then limit x tends to a g of x is equal to L. ഇവിടെ എന്താ പറയുന്നത്? f, g, h എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫങ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? f of x less than or equal to g of x less than or equal to h of x ആണ്. അങ്ങനെയാണെങ്കിൽ if limit x tends to a f of x is equal to L, അതേപോലെ തന്നെ limit x tends to a h of x എന്താണ്? L തന്നെയാണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്, ഈ നടുവിലുള്ള ജി ഓഫ് എക്സ് എന്തായിരിക്കും? ജി ഓഫ് എക്സ് ടു എൽ തന്നെയായിരിക്കും. ഈ ലിമിറ്റ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x is equal to 1 ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 minus cos x by x is equal to 0 ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x by x is equal to 1 ആണ്. നമുക്ക് എങ്ങനെ കിട്ടും? ലിമിറ്റ് x tends to 0 tan x by x is equal to limit x tends to 0 tan x നെ നമുക്ക് sin x by cos x എന്നെഴുതാം. അപ്പോൾ sin x by cos x, പിന്നെ ഇവിടെ ഉള്ള ഒരു x കൂടി, അപ്പോൾ into x. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 sin x by x into 1 by cos x. അപ്പോൾ നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ is equal to limit x tends to 0 sin x by x into limit x tends to 0 1 by cos x. നമുക്ക് ലിമിറ്റ് x tends to 0 sin x by x എന്താണെന്നറിയാം? 1 ആണെന്നറിയാം. is equal to 1 into limit x tends to 0 1 by cos x എന്ന് പറയുന്നത് എന്താണ്? is equal to 1. അപ്പോൾ 1 into 1 1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് x tends to 0 tan x by x is equal to 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x tends to 0 sin ax plus bx by ax plus sin bx where a b and a plus b not equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് x tends to 0 sin ax plus bx by ax plus sin bx നെ നമുക്ക് is equal to limit x tends to 0, നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ x വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ sin ax plus bx by x by ax plus sin bx by x എന്ന് കിട്ടും. അപ്പോൾ is equal to limit x tends to 0 sin ax by x plus bx by x എന്ന് കിട്ടും. by ax by x plus sin bx by x. അപ്പോൾ ഇവിടെ x ഉം x ഉം ക്യാൻസൽ ആയി, ഇവിടെ x ഉം x ഉം ക്യാൻസൽ ആയി. അപ്പോൾ is equal to limit x tends to 0 sin ax by x plus limit x tends to 0 b by limit x tends to 0 a plus limit x tends to 0 sin bx by x എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? is equal to limit x tends to 0 sin ax by x plus b എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമുക്ക് limit x tends to 0 b എന്ന് പറയുന്നത് plus b എന്ന് കിട്ടും by limit x tends to 0 a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്, അപ്പോൾ limit x tends to 0 a എന്ന് പറയുന്നത് a തന്നെ plus limit x tends to 0 sin bx by x എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഒരു a വെച്ച് മൾട്ടിപ്ലൈയും a വെച്ച് ഡിവൈഡും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ b വെച്ച് മൾട്ടിപ്ലൈയും b വെച്ച് ഡിവൈഡും ചെയ്യാം. ഇവിടെ ലിമിറ്റ് x tends to 0 ആണല്ലേ, നമുക്കത് ax tends to 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് x tends to 0 ഉണ്ട്, ഇതിനെ a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ax tends to 0 into a 0 എന്ന് കിട്ടും.
അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു, ഇവിടെ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. ഇവിടെ നമുക്ക് എക്സ് ടെൻസ് ടു 0 എന്ന് കിട്ടി. സൈൻ ax by ax plus b by a plus limit, ഇവിടെ ax tends to 0 എന്നുള്ള മാതിരി തന്നെ ഇവിടെ നമുക്ക് bx tends to 0 നോക്കാം. bx tends to 0, b എന്താ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം, ലിമിറ്റിനെ പുറത്തേക്ക് എടുക്കാം. sin bx by bx നോക്കാം. ലിമിറ്റ് ax tends to 0, sin ax by ax എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതേപോലെ തന്നെ ലിമിറ്റ് bx tends to 0, sin bx by bx എന്ന് പറയുന്നത് എന്താ? അതും 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? is equal to a into 1 plus b by a plus b into 1. അപ്പോൾ a plus b by a plus b എന്ന് കിട്ടും. അപ്പോൾ is equal to 1 എന്ന് കിട്ടും. Next question, evaluate limit x tends to 0 f of x where f of x is equal to mod x by x if x not equal to 0, 0 if x is equal to 0. അപ്പോൾ mod x is equal to എന്താണ്? mod x is equal to x if x greater than or equal to 0 minus x if x less than 0. f of x is equal to x by x if x greater than 0 minus x by x if x less than 0 പിന്നെ 0 if x is equal to 0. അപ്പോൾ നമുക്ക് f of x is equal to x by x എന്ന് പറഞ്ഞാൽ 1 if x greater than 0 minus x by x എന്ന് പറഞ്ഞാൽ എന്താ? -1 if x less than 0 if x is equal to 0. അപ്പോൾ നമുക്കിവിടെ f of x is equal to 1 if x greater than 0 എന്നും -1 if x less than 0 എന്നും 0 if x is equal to 0 എന്നും കിട്ടി. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് x tends to a minus f of x is equal to limit x tends to 0 a minus h. പിന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് limit x tends to a plus f of x is equal to limit h tends to 0 a plus h. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് limit x tends to 0 minus f of x is equal to limit x tends to 0 f of, ഇവിടെ a എന്താണ്? 0, അപ്പോൾ 0 minus h എന്ന് കിട്ടും. അപ്പോൾ is equal to limit x tends to 0 minus 1. നമുക്ക് is equal to -1 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ LHS is equal to -1 കിട്ടും. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ലിമിറ്റ് x tends to 0 plus f of x is equal to limit x tends to 0 a plus h. a എന്ന് പറയുന്നത് ഇവിടെ 0, അപ്പോൾ 0 plus h is equal to limit x tends to 0 1 is equal to 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 എന്നും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 എന്നും കിട്ടി. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയില്ലെങ്കിൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. ഇതിനെ നമുക്ക് dy by dx എഴുതാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y
with respect to x. Rate of change of y with respect to x. ഇവിടെ f dash of x എന്ന് പറയുന്നത് limit x tends to 0 f of x plus h minus f of x by h. So ഇവിടെ f dash of x is equal to limit h tends to 0 f of x plus h minus f of x by h. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x is equal to 10x using first principle of derivatives. അപ്പോൾ നമുക്കറിയാം f dash of x is equal to limit x tends to 0 f of x plus h minus f of x by h ആണ്. സോ ഇവിടെ നമുക്ക് f dash of x is equal to limit h tends to 0. ഇവിടെ f of x plus h ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അത് ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും 10 into x plus h minus f of x. f of x എന്ന് പറയുന്നത് 10x by h. നമുക്ക് is equal to limit h tends to 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 10x plus 10h minus 10x by h എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് is equal to limit h tends to 0. 10x ഉം minus 10x ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 10h by h എന്ന് കിട്ടും. h ഉം ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് limit h tends to 0 10 കിട്ടും. അപ്പോൾ is equal to എന്താണ് 10 ആണ്. അപ്പോൾ f of x is equal to 10x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 10. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ്. എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് f of x plus g of x is equal to derivative of f of x plus derivative of g of x. Next, derivative of f of x minus g of x is equal to derivative of f of x minus derivative of g of x. Third one, derivative of f of x into g of x is equal to derivative of f of x into g of x plus f of x into derivative of g of x. Fourth one, ഈ ഫോർത്ത് വൺ എന്താണ് കോഷ്യൻ റൂൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസും ഡെറിവേറ്റീവ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ട് എന്ന് പറഞ്ഞ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് n minus 1 into a n minus 1 x raised to n minus 2 plus etc plus a1. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. Find the derivative of f of x is equal to x cube minus 27 using first principle of derivative. അപ്പോൾ നമുക്കറിയാം f dash of x is equal to limit x tends to 0 f of x plus h minus f of x by h ആണ്. അപ്പോൾ f dash of x is equal to limit h tends to 0. ഇവിടെ f of x plus h ആണ് അല്ലേ. അത് നമ്മൾ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ x plus h whole cube minus 27 minus f of x. f of x എന്ന് പറയുന്നത് x cube minus 27. So minus x cube minus 27 by x is equal to limit h tends to 0. x plus h നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം a plus b all cube ഫോർമുല വെച്ചിട്ട്. അപ്പോൾ നമുക്ക് x cube plus 3h square x plus 3x square h plus h cube minus 27 minus x cube bracket open ചെയ്യുമ്പോൾ plus 27 by h എന്ന് കിട്ടും.
അപ്പോൾ എക്സ് ക്യൂബും മൈനസ് എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്യും. -27 +27 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ബാക്കി എന്തൊക്കെയാണുള്ളത്? ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമുക്ക് എച്ച് പുറത്തേക്ക് എടുത്തൂടെ. അപ്പോൾ എച്ച് ഇൻറ്റു 3hx പ്ലസ് 3x² പ്ലസ് h² ബൈ എച്ച് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എച്ചും ക്യാൻസൽ ആയി. സോ നമുക്ക് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3hx പ്ലസ് 3x² പ്ലസ് h² എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3x² എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ആവും. എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ എച്ച്. നമുക്കറിയാം സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2 cos a plus b by 2 into sin a minus b by 2 ആണ്. അപ്പോൾ നമുക്ക് is equal to limit h tends to 0 2 cos x plus h plus x by 2 into sin x plus h minus x by 2 കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ h. സോ ഇതിൽ നിന്ന് നമുക്ക് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x plus h by 2 sin h by 2 എന്ന് കിട്ടും by h is equal to limit h tends to 0 2 into cos ഇവിടെ നമുക്ക് x plus h by 2 കിട്ടും. 2x by 2 x plus h by 2 into sin h by 2 by h എന്ന് കിട്ടും. ഈ 2നെ നമുക്ക് താഴത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ h by 2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ is equal to limit h tends to 0 cos x plus h by 2 into limit h tends to 0 sin h by 2 by ഈ h by 2 ഉണ്ട്, ബാക്കിയുള്ള h by 2. അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് is equal to cos x into limit h tends to 0 sin h by 2 by h by 2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. into 1 is equal to cos x എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x is equal to x plus cos x by tan x. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് f dash of x എന്ന് പറയുന്നത് is equal to derivative of x plus cos x into tan x minus x plus cos x into derivative of tan x by tan x all square എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? is equal to dash of x is equal to 1 minus sin x into tan x minus x plus cos x into sec square x by tan x all
നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.